ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നിങ്ങൾക്ക് സുപരിചിതമായ ഒരു കപ്പ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 1 കിലോ കപ്പ തൊണ്ട് കളഞ്ഞ് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി ചെറു കഷ്ണങ്ങളായി കൊത്തി നുറുക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിക്കാൻ വെച്ചു. കപ്പ പുഴുക്കിന് ആവശ്യമായ 10-12 ചുവന്നുള്ളി, 5 വറ്റൽമുളക്, 2 മുതൽ വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായി ചതച്ചെടുക്കുകയോ മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്യുക. ശേഷം ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം കടുകിടുക. ഈ കടുക് പൊട്ടിയതിനു ശേഷം നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വറ്റമുളക്, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. അത് നന്നായി മൂത്തതിനു ശേഷം നമ്മുടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർക്കുക. ഞാനിവിടെ ഒരു കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നമ്മുടെ വറ്റൽമുളകിന് നല്ല എരിവുണ്ടെങ്കിൽ പിന്നീട് ഈ മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. കപ്പയും ചക്കയും ഒക്കെ കിട്ടിയാൽ എനിക്ക് അല്പം എരിവോടുകൂടി ഉണ്ടാക്കാനാണ് ഇഷ്ടം. കാരണം നല്ല ചൂട് കപ്പയും നല്ല മധുരമിട്ട കട്ടൻ കാപ്പിയും ഉണ്ടെങ്കിൽ ആഹാ, ഈ മഴയത്ത് വേറെന്ത് ഫുഡാണ് നമുക്ക് വേണ്ടത്? അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പം നല്ല കോഴിക്കറിയോ ബീഫോ മീൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ.